നല്ല പെടുക്കും അറിഞ്ഞൂടാ. നോമ്പ് തുറന്നേ പാട് കുറെ കരിച്ചയും പൊരിച്ചെല്ലാം ഇട്ടങ്ങ് തിന്നാലെല്ലായി നിങ്ങളെ വിചാരം. അതൊന്നല്ലേ ശരിക്കും തിന്നേണ്ടത്. പച്ചക്കായ പുഴുങ്ങിയതോ മുത്താറി കാച്ചിയതോ തരി കാച്ചിയതോ കഞ്ഞി ഇതെല്ലാം കുടിക്കേണ്ടത്. അവൻ പോട്ടെ, കുറച്ച് കരിച്ചയും പൊരിച്ച ചെമ്പിലിട്ടാന്നൊക്കെ ഡയറി രണ്ടു കൂടി അടിയായിരിക്കുമല്ലോ ഭാര്യ തിന്നേ. നല്ലൊന്നും പള്ളയിലെത്തരുത് കേട്ടുക്കാ. ഇത് മാണ്ടാത്ത കരിച്ചയും പൊരിച്ച എല്ലാം ഭാര്യ മിണുങ്ങണം. എല്ലാവരും എനിക്ക് അറിയാറ്റി കഴിക്കുന്നേ. ഈ കഞ്ഞി ഉണ്ടാക്കുന്നതും തരി കാച്ചുന്നതും മുത്താറി കാച്ചുന്നതും കായ് പുഴുങ്ങുന്നതെല്ലാം ഞാൻ ഒറ്റയെടുത്തേക്ക് തിന്നേനാ. ഒരു നല്ലൊരു സാധനം നിങ്ങൾ ആരും തിന്നരുത് കേട്ടാ. അറ്റ വാറ്റിൻ്റെ അകത്ത് വെറും നോമ്പ് ഓർക്കാൻ നേരെയുള്ള കരിച്ചയും പൊരിച്ചയും 1 കിലോ പഞ്ചാര ഇട്ടിട്ട് കലക്കിയ വെള്ളം ഇതാ നല്ലേ. എന്ത് ക്ഷീണം മാറിയ മുത്താറി കാച്ചിയതും തരി കാച്ചിയതെല്ലാം നോമ്പ് ഓർക്കുമ്പോൾ കുടിച്ചാല് ഇത് നല്ലുണ്ട്. നിങ്ങളെ പോലത്തെ മക്കളെല്ലാം പിടിക്കുന്നേ ബായിക്കോണല്ലേ നോക്കുക. അവൻ പോലെ നിങ്ങൾക്ക് ഇവറിന് ഇതൊന്നും പറ്റൂലോ. ഇനി കരിച്ചയും പൊരിച്ചതു ഷവർമയും ഷവായിയും ബർഗറും ഇതല്ലേ പിടിക്കുള്ളൂ. എന്ത് നോമ്പായാലും പെരുന്നാളായാലും എല്ലാം കണക്കന്നെ. എന്തെന്നാ ചേനി നോക്കിക്കോ, നാളെ മുതൽ ഒരു സാധനം ഇവിടെ കരിക്കാൻ പൊരിക്കാൻ ചെയ്യുന്നില്ല കേട്ടിക്കല്ല. എല്ലാം പൊരിച്ചമ്പ് നിറച്ച് 2-3 പ്ലേറ്റിൽ ഓരോ തരം പൊരിച്ച് വെച്ചിട്ട് ശീലായിപ്പോയി. ഇനി അത് പൊരിക്കുന്നില്ല. ഇനി ഞാൻ എന്താ തിന്നുന്ന അത് തിന്നോളൂ. ഒന്നും കിട്ടാണ്ടാവുമ്പോൾ ഈ മുത്താറിയും ഈ കായ് പുങ്ങിയതിനെല്ലാം ഭയങ്കര ആക്കറായിരിക്കും. അങ്ങനെ പഠിക്കണം നിങ്ങളല്ലോ. നാളെ മുതൽ ഇവിടെ ഒരു സാധനം പൊരിക്കാൻ കഴിക്കുകയും ചെയ്യുന്നില്ല കേട്ടിക്കല്ല. അങ്ങാടി നിന്ന് ഓർഡർ ചെയ്ത് വരുത്താനൊന്നും ആരും വിചാരിക്കണ്ട. ഞാൻ അതിനോട്ട് തമ്മിക്കില്ല. അഥവാ നിങ്ങളെ ഞാൻ അറിയാണ്ട് ഓർഡർ ചെയ്ത് ഇവിടെ വരുത്തിക്കണം, ഞാൻ വെരിച്ച് അടിക്കളി. ആ അയറ്റാ പോട്ടെ. എന്താന്നല്ല കഞ്ഞിന്ന് കേൾക്കുമ്പോഴത്തേക്ക് അവളെന്ന് അതിങ്ങ് കിട്ടിയോടെ ഓരോരുത്തർക്ക്. ഇതേ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം പഠിപ്പിക്കുന്നത് ഞാൻ തന്നെയാ. ആയിട്ടില്ല, നാളെ മുതൽ കാണിച്ചു തരാം ഞാൻ.